കേരളത്തിൽ പട്ടികജാതി സഹോദരങ്ങൾക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും സഹായ പദ്ധതികളും വേണ്ട വിധത്തിൽ കാര്യക്ഷമമായി ചെയ്യേണ്ടതിന് പകരം അത് മുഴുവൻ തട്ടിയെടുത്ത് അഴിമതിയും ക്രമക്കേട് നടത്തി ഈ പാവപ്പെട്ട പട്ടികജാതി സഹോദരങ്ങൾക്ക് അതിന്റെ ഗുണഫലങ്ങളൊന്നും ലഭിക്കുന്നില്ല. ഈ ഒരു വൻ തട്ടിപ്പ് കുറെ നാളുകളോളമായി നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. കേന്ദ്ര സർക്കാർ നൽകിയ 6600 കോടി രൂപ ഇവിടുത്തെ പട്ടികജാതി സഹോദരങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കേണ്ടതാണ്. അത് മുഴുവൻ നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അവർക്ക് ഗുണഫലങ്ങൾ ലഭിക്കാൻ തക്ക വിധത്തിൽ ഒരു കാര്യവും നടപ്പിലാക്കിയിട്ടില്ല. അത് മുഴുവൻ ഒന്നുകിൽ വകമാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ലാപ്സാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട്. എന്തായിരുന്നാലും 6600 കോടി രൂപ ധനസഹായം കേന്ദ്ര സർക്കാർ പട്ടികജാതി സഹോദരങ്ങൾക്ക് വേണ്ടി കേരള ഗവൺമെന്റ് നൽകുമ്പോൾ അതിൽ ഒരു രൂപ പോലും വകമാറ്റി ചെലവഴിക്കാനോ തട്ടിപ്പ് നടത്താനോ ഒന്നും ഈ സർക്കാരിന് യാതൊരു വിധത്തിലും അധികാരമില്ല. ഏറ്റവും വലിയൊരു പട്ടികജാതി ദ്രോഹമാണ് ഈ സർക്കാർ നടത്തുന്നത്. ഇത് സഹിക്കാനോ ക്ഷമിക്കാനോ പൊറുക്കാനോ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാവുകയില്ല. കാരണം ഇത്രയധികം പണം ഈ സഹോദരങ്ങൾക്ക് ലഭിക്കേണ്ടത് നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പട്ടികജാതി ദ്രോഹമാണ്, പട്ടികജാതി വിരുദ്ധ നയമാണ് ഈ സർക്കാരിന്റെ. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ കുറെ നാളുകളോളമായി നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയും. പട്ടികജാതി സഹോദരങ്ങൾ അവർ നീണ്ട നാളത്തെ സമ്മർദ്ദത്തിനും സമരത്തിനും പ്രക്ഷോഭങ്ങൾക്കും ഒക്കെ അതെല്ലാം നടത്തിയതിന്റെ ഫലമായിട്ടാണ് അവർക്ക് ഈ പല ആനുകൂല്യങ്ങളും ലഭിച്ചിരിക്കുന്നത്. ആരുടെ ഔദാര്യമല്ല, അതിവിടുത്തെ പട്ടികജാതി സഹോദരങ്ങളുടെ അവകാശമാണ്, ഭരണഘടനാദത്തമായ അവകാശമാണ്. അത് കൈയിട്ട് വാരി അത് മുഴുവൻ സ്വന്തം ആവശ്യത്തിന്, സ്വാർത്ഥ താൽപര്യങ്ങൾക്ക്, പാർട്ടി ആവശ്യങ്ങൾക്ക് CPM-ഉം കുറെ ഉദ്യോഗസ്ഥന്മാരും ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞാൽ ഇതിൽ പരം വലിയൊരു ദ്രോഹം എന്താണുള്ളത്? ഇത് ജനദ്രോഹമാണ്, രാജ്യദ്രോഹമാണ്, മാപ്പർഹിക്കാത്ത ഏറ്റവും വലിയ കുറ്റമാണ്, മഹാ അപരാധമാണ്. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് പട്ടികജാതി വിഭാഗം ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തട്ടിയെടുത്തതിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. സർക്കാർ അനങ്ങുന്നില്ല എന്നുള്ളത് മാത്രമല്ല, തട്ടിപ്പ് നടത്തിയവർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഖേദകരമായ കാര്യം. ഏതാണ്ട് 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. 2 തരത്തിലുള്ള തട്ടിപ്പാണ്. ഒന്ന്, പട്ടികജാതി സഹോദരങ്ങൾക്ക് അവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ പഠന സഹായം, പഠനോപകരണങ്ങൾ നൽകുക, പഠനമുറികൾ ഉണ്ടാക്കി കൊടുക്കുക, അതുപോലെ വിവാഹത്തിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകുക. ഇതിനുവേണ്ടി ലഭിക്കുന്ന പണമാണ് പാർട്ടി നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി തട്ടിപ്പ് നടത്തിയത്. അതിന്റെ പേരിലാണ് ഒരു ഉദ്യോഗസ്ഥനെ അന്വേഷണത്തിന്റെ ഫലമായി പിടികൂടുകയും സസ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ശരിയാണ്, പക്ഷെ അതിൽ ഒതുങ്ങിയാൽ പോരാ. ഇത് ഒരു ഐസ് കട്ടയുടെ അറ്റം മാത്രമാണ്. ബാക്കി ഭാഗങ്ങൾ കിടക്കുന്നതേ ഉള്ളൂ. അന്വേഷണമില്ല. ഇത് ക്രൈംബ്രാഞ്ചും അതുപോലെ തന്നെ വിജിലൻസും ഒക്കെ അന്വേഷിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ 2 FIR ഇട്ടിട്ടുണ്ട്. ഈ 2 FIR-ലും വളരെ വ്യക്തമായി നടത്തിയിരിക്കുന്ന തട്ടിപ്പുകളെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു ധനാപകരണം നടന്നിട്ട്, വൻ അഴിമതി നടന്നിട്ട് കഴിഞ്ഞ 5-6 വർഷക്കാലമായി ഈ അന്വേഷണ ഏജൻസികൾ എന്ത് ചെയ്യുകയായിരുന്നു? ആരെങ്കിലും ഇതിന്റെ പേരിൽ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയിരിക്കുന്ന ഓഡിറ്റ് വിഭാഗം, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റാണ്, കേരള സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റാണ്. അവരുടെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, മൈക്രോ ബിസിനസ് പ്രവർത്തനങ്ങൾക്കായി തിരുവനന്തപുരം നഗരസഭ അനുവദിച്ചിട്ടുള്ള തുകയുടെ അപഹരണം എന്ന ഹെഡിങ്ങിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വായ്പാ ബന്ധിത പദ്ധതിയുടെ യഥാർത്ഥ ഗുണഭോക്താക്കളെ ഉറപ്പാക്കുന്നതിലും
നടത്തിപ്പ് രീതിയുടെ മേൽനോട്ടം വഹിക്കുന്നതിലും തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താത്തതിന്റെ ഫലമായി വായ്പയൊന്നും എടുക്കാത്ത വ്യക്തികൾക്ക് സബ്സിഡി തുക അനുവദിച്ചതുവഴി 5.79 കോടി രൂപയുടെ അപഹരണം നടന്നു. വളരെ വ്യക്തമാണ്. ഇത് 22 മാർച്ച് വരെയുള്ള റിപ്പോർട്ട് പുറത്തായിട്ടുണ്ട്. ഇത് വളരെ നാളുകൾക്ക് മുമ്പ് നടന്ന ഈ 5.25 കോടി രൂപയുടെ തട്ടിപ്പ് ഇത്രയും വളരെ വ്യക്തമായി ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് രേഖപ്പെടുത്തിയിട്ടും എന്തുകൊണ്ട് ഇതേക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നില്ല? കുറ്റവാളികളെ പിടികൂടുന്നില്ല? അവരെ എന്തുകൊണ്ട് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നില്ല? അവരെയൊക്കെ പിടികൂടി ജയിലഴിക്കുള്ളിലാക്കേണ്ടതല്ലേ? ഇതൊരു കേവലം ഒരു ചെറിയ ഒരു കാര്യമല്ല. പട്ടികജാതി സഹോദരങ്ങൾക്ക് ലഭിക്കേണ്ട 5.25 കോടി രൂപയുടെ കാര്യമാണ്. അപഹരണമാണ് നടന്നിരിക്കുന്നത്. ഇതെല്ലാം എങ്ങനെ നടന്നു? ഇത് നടന്നതോ ഇത് FIR 240/21 2021 FIR ഇട്ട് ഇതേക്കുറിച്ച് അന്വേഷണം നടന്നിട്ടുണ്ട്. ആ FIR വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ അച്ഛന്റെ പേരിലാണ് പണാപഹരണം നടന്നിരിക്കുന്നത്. ആരാണ് ഈ ട്രഷറിയിൽ നിന്ന് ഈ പണം എടുത്തത്? ഇതേക്കുറിച്ചെല്ലാം അറിയണ്ടേ? ഇതുപോലെ തന്നെയാണ് സ്വയം സഹായ സംഘങ്ങൾ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച് പട്ടികജാതി സഹോദരങ്ങൾ അവർക്ക് ലഭിക്കേണ്ട ഒരു ആനുകൂല്യങ്ങൾ കിട്ടാൻ സംഘടിപ്പിക്കുന്ന ആ സംഘം ഒരു വലിയ വായ്പാ തട്ടിപ്പ് സംഘമായി മാറി. പലരും അറിയാത്തവർ പോലും ഞങ്ങളുടെ പേരുണ്ടെന്ന് പോലും അവർക്കറിയില്ല. അവരുടെയൊക്കെ പേര് വെച്ചുകൊണ്ട് ഇതുപോലുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിന്റെ പേരിൽ അതിന്റെ മറവിൽ വൻ തട്ടിപ്പാണ്, കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് വേറെ നടക്കുന്നത്. ഇങ്ങനെ പല വിധത്തിലുള്ള തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ഇവിടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പെരിങ്കടവിള ബ്ലോക്ക്, ഇതുപോലെ തൃശൂർ, കണ്ണൂർ നഗരസഭകൾ, അവിടെയെല്ലാം കേന്ദ്രീകരിച്ച് ഇതുപോലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രിക്ക്, അതുപോലെ തന്നെ പട്ടികജാതി കമ്മീഷന് ഇവർക്കെല്ലാം പരാതി നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇവർ അനങ്ങുന്നില്ല, നടപടി സ്വീകരിക്കുന്നില്ല? ഈ കേരളത്തിലെ പട്ടികജാതി സഹോദരങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാതനയും വേദനയും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രതിബന്ധങ്ങളും ഈ സർക്കാർ കണ്ടതായിട്ട് പോലും നടിക്കുന്നില്ല. വാസ്തവത്തിൽ കുട്ടികൾക്ക് പഠിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. കേന്ദ്ര സർക്കാർ നൽകുന്ന പണം, അതിന്റെ ഗുണഫലങ്ങൾ ഇവിടുത്തെ എന്തുകൊണ്ട് പട്ടികജാതി സഹോദരങ്ങൾക്ക് ലഭിക്കുന്നില്ല? ഇടയിൽ നിന്നുകൊണ്ട് CPMന്റെ നേതാക്കന്മാരും പ്രവർത്തകരും അതോടൊപ്പം തന്നെ കേരള സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരും ഈ കേരള ഗവൺമെന്റിന്റെ മൗനാനുവാദത്തോടുകൂടി ഈ വക തട്ടിപ്പുകൾ നടത്തുന്നത് ഖേദകരമാണ്. ഒരിക്കലും ആർക്കും പൊറുക്കാൻ കഴിയുന്ന ഒരു അപരാധമല്ല. അതുകൊണ്ട് ഇതേക്കുറിച്ച് ഈ സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞിട്ടും ഇത്രയും നാളും കേണപേക്ഷിച്ചിട്ടും സമ്മർദ്ദം ചെലുത്തിയിട്ടും സമരപരിപാടികളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തിയിട്ടും സർക്കാരിന്റെ കണ്ണ് തുറക്കുന്നില്ല. ഇനി കേന്ദ്ര മനുഷ്യാവകാശ, ദേശീയ കമ്മീഷൻ, അതുപോലെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ഇവരെ സമീപിക്കുകയാണ്. കേന്ദ്ര സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയെ സമീപിക്കുകയാണ്. അതുപോലെ തന്നെ സെൻട്രൽ വിജിലൻസ് കമ്മീഷനെ സമീപിക്കുകയാണ്. അവരെല്ലാം ഈ കേരളത്തിൽ ഇതപര്യന്തം നടന്നിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പട്ടികജാതി ഫണ്ട് തട്ടിപ്പിനെക്കുറിച്ച് അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തി അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തെ സമീപിക്കുകയാണ്. കേരള ഗവൺമെന്റിന് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. കേരള ഗവൺമെന്റിന് ശുപാർശ ചെയ്യാം ഒരു CBI അന്വേഷണത്തിന്. അത് കേരള ഗവൺമെന്റ് ശുപാർശ ചെയ്യേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ കോടതി മുഖാന്തരമാണ്. കോടതിയും ഈ കേസെടുത്താലും കേരള ഗവൺമെന്റ് മുഖം തിരിഞ്ഞു നിന്നാൽ കോടതിക്കും ചില പരിമിതികളുണ്ട്. പക്ഷെ അതുകൊണ്ട് കേരള ഗവൺമെന്റ് തന്നെ ഇത് പട്ടികജാതി സഹോദരങ്ങളുടെ വിഷയമാണെന്ന് മനസ്സിലാക്കി ഒരു അന്വേഷണത്തിന്, CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യാൻ തയ്യാറാകണം എന്നുകൂടി ഈ അവസരത്തിൽ പറയുകയാണ്. കാരണം ഇത് ഈ നാട്ടിലെ പാവങ്ങളുടെ, ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരുടെ, ഭവനരഹിതരുടെ, ഭൂമിയില്ലാത്തവരുടെ, കഷ്ടപ്പെടുന്നവരുടെ, അധസ്ഥിതരുടെ വിഷയമാണ്. ആ സഹോദരങ്ങൾക്ക് കിട്ടേണ്ട സാമൂഹ്യ നീതിയാണ് വാസ്തവത്തിൽ സർക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാം ചേർന്ന് അപഹരിക്കുന്നത്, ധ്വംസിക്കുന്നത്, ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് കേരള ഗവൺമെന്റ് ഈ കാര്യത്തിൽ വളരെ ഗൌരവപൂർവമായ ഒരു സമീപനം സ്വീകരിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്.